നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് ആദ്യമായിക്കൊണ്ട് കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. ആ സഹാബത്ത് രണ്ട് മൂന്ന് രീതിയിലാണ് ആ ഹദീസുകളെ കൈകാര്യം ചെയ്യാറുള്ളത്. ഒന്ന്, അവർ ആ ഹദീസിനെ മനഃപ്പാഠമാക്കും. രണ്ടാമതായിക്കൊണ്ട് ആ ഹദീസിനെ അവർ എഴുതി വെക്കും. മൂന്നാമതായി അവർ ആ ഹദീസിനെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, അമലാക്കും. ഈ മൂന്ന് രീതികളിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെക്കുന്ന രീതി അതൊക്കെ പിൽക്കാലത്ത് വന്നതല്ലേ, 2-3 നൂറ്റാണ്ടിന് ശേഷം വന്നതല്ലേ? യഥാർത്ഥത്തിൽ ആ ഒരു സംശയത്തിന് ഒരു വകയുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വഹാബിമാർക്ക് എഴുതാൻ അനുവാദം കൊടുക്കുകയും കൽപ്പന കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതിനെ അംഗീകരിക്കുകയും ചെയ്തതായിക്കൊണ്ട് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതിൽ നിന്ന് താബികൾ വന്നു, അവർ ആ ഹദീസ് പഠിച്ചു. അവരിൽ നിന്ന് താബികൾ വന്നു, അവർ ആ ഹദീസ് ഈ മൂന്ന് രീതിയിലും തന്നെ കൈമാറി വന്നു. ഈ ഹദീസുകളെ ക്രോഡീകരിച്ച ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ സഹീഹും ലൈഫും ഒക്കെ വേർതിരിച്ച് ക്രോഡീകരിച്ചതാണ് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമുകൾക്കുള്ളത്.